ഓം സർവേകം തത്വമസി. എല്ലാവർക്കും പ്രണാമം. ഇന്നിവിടെ ആദ്യമായി ധ്യാനം ശീലിക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങളെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ധ്യാനിക്കാൻ മാനസികവും ശരീരവും തയ്യാറായ ഒരു വ്യക്തി സുഖപ്രദമായി മറ്റു ബുദ്ധിമുട്ടുകളൊന്നും അനുഭവപ്പെടാത്ത ഒരു സ്ഥലത്ത് സ്വസ്ഥതയോടുകൂടി ഇരിക്കാൻ ശീലിക്കുക. അപ്പോൾ ശരീരത്തിന് യാതൊരുവിധ പിരിമുറുക്കങ്ങളോ മറ്റു പ്രയാസങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ അയവ് വരുത്തി സുഖമായിട്ട് സദാ ഇരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു രീതിയിൽ ഇരുന്ന് ശീലിക്കണം. പിന്നെ പരമാവധി ആ അവസ്ഥയിൽ തന്നെ ആയിരിക്കണം ധ്യാനിക്കാനിരിക്കേണ്ടത്. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ കണ്ണുകൾ അടച്ച് അന്തർമുഖമായി ഉൾക്കണ്ണു തുറന്ന് ഹൃദയമധ്യേ അനാഹത ചക്രപദ്മതലമായ ഹൃദയാകാശത്തിൽ ശാന്തമായി പ്രാണൻ്റെ ഗതിയെ ശ്രദ്ധിച്ച് നിരീക്ഷിച്ച് സുഖമായിട്ട് ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ക്രമത്തിൽ പലവിധ ചിന്തകൾ പൊന്തി വരുന്നതായിട്ട് കാണാം. അതായത് ഭാവി ഭൂത വർത്തമാന ചിന്തകൾ, നമുക്ക് പരിചയമില്ലാത്തതും അനുഭവമില്ലാത്ത പല ചിന്തകളൊക്കെ ഇങ്ങനെ പൊന്തി വരുന്നത് കാണാം. അതെല്ലാം സഞ്ചിത കർമ്മങ്ങളിൽ നിന്ന് ആണ് വരുന്നത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെയൊക്കെ നിരീക്ഷിച്ച് തള്ളിക്കളഞ്ഞ് അതിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ നമ്മളുടെ ലക്ഷ്യസ്ഥാനമായ സ്വസ്വരൂപത്തെ ഭാവന ചെയ്ത് ഇരുന്ന് കൊടുത്താൽ മതി. ഈ സമയം മറ്റു യാതൊരു മന്ത്രങ്ങളോ ഒന്നും ഉരുവിടേണ്ടതില്ല. നിരീക്ഷണത്തിലായിരിക്കണം നമ്മളുടെ മനസ്സ്. അതായത് പ്രാണൻ്റെ ആരോഹണ അവരോഹണ പ്രക്രിയയിൽ അതിനെ നിരീക്ഷിച്ചിരിക്കുമ്പോൾ പ്രാണൻ വളരെ ശാന്തമായി അതിൻ്റെ സ്പന്ദനം സുഖപ്രദമായി നടക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഈ വേളയിൽ ക്രമത്തിൽ ഹൃദയാകാശത്ത്, അതായത് ഹൃദയമധ്യത്തിലുള്ള ഗ്രന്ഥികളെല്ലാം ശുദ്ധമാകുന്നതിൻ്റെ ഭാഗമായി അവിടെ ചിലപ്പോൾ ചില അസ്വസ്ഥതകളോ വേദനകളോ നീർക്കെട്ടുകളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് എല്ലാവരിലും ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാൽ ചില ജീവാത്മാക്കളുടെ മുൻജന്മ കർമ്മഫലത്തിൻ്റെ തോതനുസരിച്ച് ചിലവർക്ക് ഹൃദയഗ്രന്ഥികളുടെ ഭാഗത്ത് ചില ചെറിയ രീതിയിലുള്ള വേദനകളും നീർക്കെട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് സഹനം കൊണ്ടും ക്ഷമകൊണ്ടും അതിനെ നേരിടാൻ കഴിയാതെ വരികയാണെങ്കിൽ അവർ ഒരു ഡോക്ടറെ സമീപിക്കുന്നത് കൊണ്ട് തെറ്റില്ല. എന്നാൽ ക്ഷമ കൊണ്ടും സഹനം കൊണ്ടും അവയെ നിയന്ത്രിച്ച് ധ്യാനാവസ്ഥയിൽ ഇരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് ക്രമത്തിൽ അത് ശമനമുണ്ടാകുന്നതായിട്ട് നമുക്ക് ബോധ്യം വരും. ഇങ്ങനെ കുറച്ച് നാൾ ധ്യാനം ശീലിക്കുമ്പോൾ മനസ്സ് ഇടമുറിയാതെ ഹൃദയാകാശത്തിൽ ഒഴുകി നിൽക്കുന്നത് നമുക്ക് അനുഭവമാകും. അതായത് മനസ്സ് ബഹിർമുഖങ്ങളിൽ സഞ്ചരിക്കാതെ ഹൃദയാകാശത്തിൽ തന്നെ, അതായത് ഹൃദയമധ്യത്തിൽ തന്നെ ഒഴുകി നിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഈ സമയമാണ് യഥാർത്ഥത്തിൽ ധ്യാനം ആരംഭിക്കുന്നത്. ഇങ്ങനെ ധ്യാനം തുടർന്നു പോകുമ്പോൾ ഹൃദയമധ്യഭാഗത്ത് ശാന്തിയും സമാധാനവും തണുപ്പും ഏകാഗ്രതയും അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് ബോധ്യം വരും. അപ്പോൾ ആ അവസ്ഥയിൽ തന്നെ പ്രാണൻ്റെ ആരോഹണ അവരോഹണത്തെ നിരീക്ഷിച്ചു കൊണ്ട് തന്നെ ഇരുന്നു കൊടുത്താൽ മതി. അപ്പോൾ ശരീരമനോ ഇന്ദ്രിയങ്ങൾ ഒതുങ്ങി നിൽക്കുന്ന സമയത്തുള്ള വിശ്രാന്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാകും.
പരമമായ സമാധാനവും ശാന്തിയും ആനന്ദവും യാതൊരുവിധ അസ്വസ്ഥതകളൊന്നുമില്ലാതെ ധ്യാന അവസ്ഥയിൽ ഇരിക്കുവാനും കഴിയും. ഈ അവസ്ഥയിലൂടെ ക്രമത്തിൽ സവികൽപ്പ സമാധി ശീലിക്കുവാനും അതിലേക്ക് മെല്ലെ മെല്ലെ സർവ ചിന്തകളെല്ലാം ഒതുങ്ങി കർമ്മ വാസനകളോടുള്ള അമിതമായ താല്പര്യങ്ങളെല്ലാം നീങ്ങി സവികൽപ്പ സമാധിയിലേക്ക് പ്രവേശിക്കുന്നതായി നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. സാധാരണക്കാർക്ക് ഈ രീതിയിലുള്ള ധ്യാനമാണ് നല്ലത്. മറിച്ച് ബാഹ്യമായ ജീവിത സൗകര്യങ്ങൾക്കും മറ്റു സിദ്ധികൾക്കെല്ലാം ഈ രീതിയിലുള്ള ധ്യാനമല്ല വേണ്ടത്. അതിൻ്റെ സങ്കല്പത്തിനും സാധനകൾക്കും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. എല്ലാ ധ്യാനങ്ങൾക്കും ഫലം നൽകുന്നത് തത്സമയത്തുള്ള വിശ്വാസവും മനസ്സിൻ്റെ സങ്കല്പവും അനുസരിച്ചാണ് ഫലമുണ്ടാകുന്നത്. എന്നാൽ സ്വസ്വരൂപ ധ്യാനത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരു സിദ്ധികളോ ചിന്തകളോ ലക്ഷ്യങ്ങളോ ഒന്നുമില്ലാതെ സ്വസ്ഥാനമായ സ്വസ്വരൂപത്തെ മാത്രമാണ് ധ്യാനിക്കേണ്ടത്. അവർക്കാണ് സവികൽപ്പ സമാധിയിലേക്ക് പ്രവേശിക്കാനുള്ള അധികാരമുള്ളത്. ഓം ശാന്തി ശാന്തി ശാന്തി.